ഹായ്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ നോക്കി ഒരുപാട് പേര് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഇത് വളരെ കൊച്ചുകുട്ടിയാണ്, വിദേശത്തിരുന്ന് ഇത് കണ്ടുകൊണ്ട് വരച്ച് എനിക്ക് അയച്ചു തന്നായിരുന്നു. പക്ഷേ ഇത് നമുക്കൊക്കെ ചില ആൾക്കാർക്ക് വരയ്ക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് ഇത് വരച്ചപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും, ഇതേപോലെ കിട്ടിയിട്ടില്ലായിരിക്കും. അത് വിചാരിച്ച് നിങ്ങളാരും നിരാശപ്പെടേണ്ടതില്ല. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. എല്ലാ കാര്യത്തിലും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ വരയ്ക്കാൻ പോയപ്പോൾ എൻ്റെ ഗുരുനാഥൻ വളരെ കൊച്ചു പ്രായത്തിലൊക്കെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ആനന്ദ് എന്ന് പറയുന്ന സാറാണ്. ഈ ആനന്ദ് സാറ് പറഞ്ഞു തന്ന 3 കാര്യങ്ങൾ കുട്ടികളോട് അദ്ദേഹം ചോദിച്ചത് എന്തൊക്കെയാണ് വരയ്ക്കാൻ വേണ്ടതെന്നാണ്. എന്തൊക്കെയാണ് വരയ്ക്കാൻ വേണ്ടത്? എല്ലാവരും പെൻസിൽ അല്ലെങ്കിൽ പേപ്പർ, ചിലർ ക്രയോൺസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഇതൊന്നുമല്ല, വരയ്ക്കാൻ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന് ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും വരയ്ക്കാൻ പറ്റും. ക്ഷമ വേണം. അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് വരയ്ക്കേണ്ട ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ദിവസം എടുത്താണ് വരയ്ക്കേണ്ടെങ്കിൽ ഒരു ദിവസം എടുത്ത് തന്നെ വരയ്ക്കണം. അത് 5 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ വരയ്ക്കാൻ പോകരുത്. കുറച്ച് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബോറടിക്കുന്നെങ്കിൽ എവിടെയെങ്കിലും എഴുന്നേറ്റ് പോയി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എണ്ണീറ്റ് നടക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും വന്നിരുന്ന് വരയ്ക്കാം. അങ്ങനെ ക്ഷമയെന്ന് പറയുന്നതിനകത്ത് വലിയൊരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം സൂക്ഷ്മദർശനമാണ്. സൂക്ഷ്മദർശനം എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ നമുക്ക് ബേസിക്കായിട്ട് ചുമ്മാതെ വരയ്ക്കാം, പിന്നെ അതിൻ്റെ ടെക്സ്ചറിലേക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഷാഡോസ്, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ആ വസ്തുവിനെ സൂക്ഷ്മമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇത് വരയ്ക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. വരയ്ക്കുമ്പോൾ കാണുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ വേണ്ടത് ഏകാഗ്രതയാണ്. ഒരു വസ്തുവിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഉദാഹരണത്തിന് മൈലാഞ്ചി ഇടുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? അവർ കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ വേറെ ആരെങ്കിലും അമ്മ വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ശല്യം ചെയ്യുകയോ ചെയ്യുന്ന അവർക്ക് ഇഷ്ടമല്ല. കാരണം സ്വന്തം കൈയാണ്, തെറ്റിപ്പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ശ്വാസം പിടിച്ചിരുന്നാണ് വരയ്ക്കുന്നത്. അതുപോലെ ഏകാഗ്രമായിട്ട് ഒരു വസ്തുവിൽ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ശ്രദ്ധിച്ചാൽ അതിൽ മാത്രം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ 3 കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി വരയ്ക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധ വേണം, ഏകാഗ്രത വേണം, ക്ഷമ വേണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൂക്ഷ്മമായിട്ട് ദർശിച്ചു കഴിഞ്ഞാൽ ഈ വരയിൽ നമ്മുടെ ഈ വാഴയിലൊക്കെ ചെയ്യേണ്ട ഇങ്ങനെയുള്ള ഡിസൈൻ കാണാൻ പറ്റും. ഒരു ചെറിയ നാരോ ലൈൻസ് അതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റും. ആ ലൈൻസ് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ അറിയാം. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴും ഇതേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യണം. ഇതിൻ്റെ ആ ലൈൻസ് മാത്രമല്ല, വാഴയുടെ തുമ്പിനുള്ള ആ വരയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. വാഴയുടെ തുമ്പിനുള്ള ചില ചെറിയ നാരോ ആയിട്ടുള്ള ചില സാധനങ്ങൾ, ഇതൊരു നാര് പോലുള്ളതൊക്കെ വസ്തുക്കൾ, അതൊക്കെ സൂക്ഷ്മമായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് അതിനെ കുറച്ച് റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും.